إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പുലർത്തിയും പാലിച്ചും തഖ്വ കൈമുതലാക്കി മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഏതൊരു അനുഗ്രഹത്തിൻ്റെയും വില നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഒന്നുകിൽ അതിൽ നഷ്ടപ്പെടണം, അല്ലെങ്കിൽ അതിൽ കുറവ് വരണം. യഥാർത്ഥത്തിൽ സാധാരണയിൽ കവിഞ്ഞ ശക്തമായ ഒരു ചൂട്, അതിലൂടെ നമ്മുടെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളിങ്ങനെ പോയപ്പോഴാണ് മഴ എന്നതിൻ്റെ അല്ലെങ്കിൽ മഴ എന്ന അനുഗ്രഹത്തിൻ്റെ വില ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇന്ന് അൽഹംദുലില്ലാ ചൂടിന് ആശ്വാസമായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസത്തിലും സന്തോഷത്തിലും ഒക്കെ തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച സൂറത്ത് ശൂറയിലൊരായത്തിൽ, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു, അവർക്ക് ആശയറ്റതിന് ശേഷം, പ്രയാസപ്പെട്ടതിന് ശേഷം മഴയെ വീണ്ടും ഇറക്കിയവൻ അവനാണ്. വയൻഷുറു റഹ്മതഹു, അള്ളാഹുവിൻ്റെ കാരുണ്യം വ്യാപിപ്പിക്കുന്നവനും അവനാണ് എന്നതാണ്. ഒരു സുദീർഘമായൊരു കാലത്തിന് ശേഷമാണ് നമ്മിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ തന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊക്കെ കാലാവസ്ഥ നിരീക്ഷകന്മാർ പറയുന്നു. യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ വലിയ ഒരു അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. വനസ്സൽനാ മിനൽ മാഇ മിനസ് സമാഇ മാഅൻ മുബാറക എന്ന് പറഞ്ഞു. അനുഗ്രഹീതമായ ഒരു വെള്ളത്തെയാണ് ആകാശ കീറിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് എന്ന്. ഏതാണ് അനുഗ്രഹപൂർണമായ വെള്ളം? മഴയെക്കുറിച്ചാണ് റഹ്മാനായ റബ്ബ് അനുഗ്രഹപൂർണമായ വെള്ളം എന്ന് പറഞ്ഞു. ബർക്കത്തുള്ള വെള്ളമാണ്, ബർക്കത്തുള്ള വെള്ളമാണ് മഴ എന്ന് പറയുന്നത്. കാരണം അതുകൊണ്ട് എത്തുന്നതോടുകൂടെ നമുക്ക് വേണ്ടതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബർക്കത്തുള്ള വെള്ളത്തിൽ നിന്നാണ് നമുക്ക് സംവിധാനം ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് സൂറത്തുൽ ബഖറയിൽ, അല്ലദീ, ആരാണ് അവൻ? അവനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ. അല്ലാഹു പറയാണ്, ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി വെച്ചവനാണ്. ഭൂമിയെ ഒരു വിരിപ്പാക്കി വെച്ചവനാണ്. ആകാശത്തെ ഒരു പന്തലായി സ്ഥാപിച്ചവനാണ്. റഹ്മാനായ റബ്ബ് പറയാണ്, ആ വഅൻസല മിനസ് സബാഇ മാഅ. എന്നിട്ട് ആ പന്തലാകുന്ന ആകാശത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തെ സംവിധാനിച്ചവനാണ് അവൻ. എന്തിനാണ് ആ വെള്ളത്തെ സംവിധാനിച്ചത്? ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. നമുക്കൊരു ചൂടിന് ഒരു ആശ്വാസം എന്ന നിലക്ക് മാത്രമാണോ? അല്ല. പ്രഥമ ദൃഷ്ടിയിൽ നമുക്കൊരു ചൂടിന് ആശ്വാസമായി നമ്മൾ പറഞ്ഞത്. പക്ഷെ റഹ്മാനായ റബ്ബ് കേവലം ഒരു ചൂടിന്, ഒരു അന്തരീക്ഷത്തെ തണുപ്പിക്കുക എന്ന ഒരു ചെറിയ വില കുറഞ്ഞ ലക്ഷ്യം മാത്രമല്ല മഴയിലൂടെ കണ്ടിട്ടുള്ളത്. അല്ലാഹ് പറയാ, നിങ്ങൾക്ക് അത് മുഖേനയാണ് അള്ളാഹു ഉപജീവനം നൽകുന്നത് എന്ന. ഉപജീവനത്തിന് ആവശ്യമായ എല്ലാറ്റിൻ്റെയും സ്രോതസ്സായിക്കൊണ്ട് റഹ്മാനായ റബ്ബ് പരിചയപ്പെടുത്തിയ വലിയ ഒരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ മഴ. അതുകൊണ്ട് തന്നെ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഭയങ്കര ആശ്വാസമായില്ലേ എന്നൊരു കേവലം ഒരു ആശ്വാസ വാക്കിനപ്പുറത്ത് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ തുള്ളിയിലേക്കും ഒരു വിശ്വാസി ചിന്തയോടുകൂടെ കാണണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മഴയെപ്പറ്റി ചിന്തിക്കാൻ ഏറെയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ ഒരു ആകാശത്തിന്റെ കീറുകൾക്കിടയിൽ നിന്നും മഴയെ ഇറക്കിത്തന്നവൻ നിങ്ങൾ ആരെങ്കിലും ആണോ, അതോ അവനാണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ. അല്ലാഹു എങ്ങാനും കരുതിയിരുന്നെങ്കിൽ, അള്ളാഹു എങ്ങാനും അതിനെ പറ്റി ഒരു ഉപ്പ് വെള്ളമാക്കുമായിരുന്നു എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയായിരുന്നുവെങ്കിൽ ഇറങ്ങുന്ന ഓരോ മഴത്തുള്ളികളും ഉപ്പ് രസമുള്ളതാകുമായിരുന്നു. കാരണം ഇത് എവിടുന്ന പോണത്? ഇത് കടലിൽ നിന്നാണ് റഹ്മാനായ റബ്ബ് കൊണ്ടുപോകുന്നത്. കടലിൽ നിന്നും റഹ്മാനായ റബ്ബ് നീരാവിയാക്കി കൊണ്ടുപോകുന്ന വെള്ളം ഉപ്പുള്ളതാണ്. കടലിലെ വെള്ളം എത്ര കിട്ടിയാലും ദാഹമുള്ള സമയത്ത് നമ്മൾ ആരെങ്കിലും പോയി കുടിക്കൂ? നമുക്ക് ആർക്കെങ്കിലും പോയി കുടിക്കാൻ പറ്റുന്നതാണോ ആ കടലിലെ ഉപ്പുവെള്ളം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, കടലിലെ വെള്ളത്തെ ഉപ്പ് രസമുള്ളതാക്കിയ എനിക്ക് അതിൽ നിന്നും ഞാൻ അങ്ങോട്ടെടുത്ത് മഴയാക്കി തിരിച്ചു തരുമ്പോൾ അതിനെ ഉപ്പ് രസമുള്ളതാക്കി നൽകാൻ എനിക്ക് കഴിയുമായിരുന്നുവെന്ന. പക്ഷെ റഹ്മാനായ റബ്ബ് അങ്ങനെ ആക്കിയില്ല. ആലോചിക്കുക, അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഉപ്പ് രസമുള്ള വെള്ളമാണ് വരുന്നതെങ്കിൽ, ഉപ്പിന്റെ കണ്ടന്റ് ഉള്ള വെള്ളമാണ് വരുന്നതെങ്കിൽ എന്തെങ്കിലും ഒന്നിവിടെ നിലനിൽപ്പുണ്ടാകും. ഈ പറഞ്ഞതിനൊക്കെ വിപരീതമായിരിക്കും മഴ. മഴ എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് ബേജാറാകുമായിരുന്നു. പക്ഷെ റഹ്മാനായ റബ്ബ് അങ്ങനെ സംവിധാനിച്ചില്ല. അല്ലാഹ് പറയാണ്, ഫലൗലാ തഷ്കുറുൻ. എന്തേ കൂട്ടരെ നിങ്ങൾക്ക് അങ്ങനൊക്കെ ഞാൻ സംവിധാനം നടത്തിയിട്ടും നിങ്ങൾക്ക് എന്തേ ശുക്ർ കാണിക്കാൻ കഴിയാത്തത് എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു നിലക്ക് മഴയെപ്പറ്റി ചിന്തിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏതായിരുന്നാലും മഴ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ കിട്ടുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഏതൊരു കാര്യത്തെയും കേവലം ശാസ്ത്രീയ കണ്ണുകളോട് മാത്രം നോക്കാതെ വിശ്വാസി എപ്പോഴും മതപരമായൊരു കണ്ണോടുകൂടെ കൂടി നോക്കണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഈ മഴയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം? ഈ ഇറങ്ങിക്കൊണ്ടിരിക്കണ മഴ ഉണ്ടല്ലോ. കുറേ കാലം നമ്മൾ ചൂടിലായിരുന്നു, പ്രയാസത്തിലായിരുന്നു. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് മഴ വന്നു. ഈ ഇറങ്ങുന്ന മഴ അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ കാരണമാണോ ആ മഴ ഇവിടെ വരുന്നത്? ഈ മഴ ഇറങ്ങുന്നതിൽ അള്ളാഹു എന്നെ ലക്ഷ്യമാക്കിയിട്ടുണ്ടോ? എനിക്കത് ആസ്വദിക്കുവാനുള്ള അർഹതയുണ്ടോ? നമ്മൾ ആസ്വദിച്ചു, ശരിയാണ്, ആസ്വദിക്കുന്നുണ്ട്, ഇനിയും നമ്മൾ ആസ്വദിക്കും. പക്ഷെ അതിനുള്ള അർഹത നമുക്കുണ്ടോ എന്ന് കൂട്ടരെ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്.
ഞാൻ കാരണമെങ്ങാനും ഇനി ആ മഴ നിലച്ചു പോകുമോ? ഇനി യഥാർത്ഥത്തിലൊരു മഴക്കാലം എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നൊരു കാലത്തേക്ക് വരാനുണ്ട്. ഞാൻ കാരണം ആ കാലം വന്നെത്തിയാലും പടച്ച റബ്ബ് എനിക്ക് മഴ തരാതിരിക്കുമോ എന്നൊരു വിശ്വാസി ചിന്തിക്കണം എന്നാ പറയുന്നത്. ഒരു വിശ്വാസി ചിന്തിക്കണം. എന്തേ മഴയും വിശ്വാസിയും തമ്മിൽ എന്താ ബന്ധം? വിശ്വാസി തമ്മിൽ ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും മഴ പെയ്യാനും മഴ തടയപ്പെടാനും മനുഷ്യരുടെ ചെയ്തികൾ കാരണമാണ് എന്ന് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങളാണ്? ഒന്നാമത്തെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞതു അൽ കിബ്രിയാഉ ഫിൽ അർദ്. അൽ കിബ്രിയാഉ ഫിൽ അർദ്, ഭൂമിയിൽ അഹന്തയോടുകൂടെ പൊങ്ങച്ചത്തോടുകൂടെ ബാക്കിയുള്ളവരെ ചെറുതായി കണ്ട് സമ്പത്തിന്റെ പേരിലും പിന്നെ തറവാടിന്റെ പേരിലും തനിക്ക് ലഭിച്ച ജോലിയുടെ പേരിലുമൊക്കെ പല നിലക്കും മറ്റുള്ളവരെ ചെറുതായി കണ്ട് ഇവരിങ്ങനെ അഹംഭാവത്തോടുകൂടെ പൊങ്ങച്ചത്തോടുകൂടെ നടക്കുന്ന ടീമായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ സുഹൃത്തെ, അത്തരത്തിലുള്ള ആളുകളുള്ളിടത്തേക്ക് അള്ളാഹു മഴയെ തരൂല എന്നാണ്. നമ്മൾ ആലോചിക്കുക, നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവ ദൂഷ്യമുണ്ടെങ്കിൽ ഈ പെയ്തിറങ്ങുന്ന മഴ ആസ്വദിക്കുവാനുള്ള അർഹത എനിക്കില്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വൽ ളറാഇ ലഅല്ലഹും യതളറഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പേ വന്നു പോയൊരു സമൂഹത്തിലേക്ക് ഇറക്കി കൊടുത്തൊരു കാര്യം പറയാണ്. അവരെ നാം ശിക്ഷകളെ കൊണ്ട്, എന്താ, കഷ്ടപ്പാടും ദുരിതവും അവരെ നാം അനുഭവിപ്പിച്ചു എന്നാണ്. കഷ്ടപ്പാടും ദുരിതങ്ങളും മേൽക്കുമേൽ അവരെ നാം അനുഭവിച്ചു കൊണ്ടേയിരുന്നു. എന്തിനാണത്? ലഅല്ലഹും യതളറഊൻ, അവർ ഒന്ന് വിനയപ്പെട്ട് ജീവിതത്തിൽ വിനയം എന്ന സ്വഭാവം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓൾറെഡി വിനയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വരുമെന്ന് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിനയാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്, എന്ത്, വലാ തംശി ഫിൽ അർളി മർഹ, ഭൂമിയിൽ അഹന്തയോടുകൂടെ നീ നടക്കേണ്ടതില്ല. നിന്നേക്കാൾ താഴെ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒരു പുച്ഛ മനോഭാവം വന്നോ നിനക്കുള്ളതല്ല മഴ എന്നാണ്. അതുകൊണ്ടാണ് എല്ലാവിധ പൊങ്ങച്ചത്തിന്റെയും എല്ലാവിധ ആർഭാടത്തിന്റെയും എല്ലാ ചിഹ്നങ്ങളും മാറ്റിവെച്ചിട്ട് വേണം മഴ തീരെ വരാതിരിക്കുന്ന സമയത്ത് മഴക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ വരുന്ന ആളുകൾ വരണമെന്ന്. നല്ല മുന്തിയ വസ്ത്രം എന്നിട്ട് വരാൻ പാടില്ല, നല്ല ഓർണമെന്റ്സും ധരിച്ചിട്ടല്ല വരാനുള്ളത്. ഞങ്ങളൊന്നുമല്ല പടച്ചോനെ, ഞങ്ങൾ വിനയമുള്ളവരാണ് റബ്ബേ, നീ തന്നതേയുള്ളൂ റബ്ബേ എന്ന ഒരു വിനയത്തിന്റെ പ്രതീകം സ്വശരീരത്തിൽ ആവാഹിച്ചിട്ട് വേണം മഴക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് വരാനെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ കാരണം അതാണ്. മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു അഹങ്കാരത്തെ എടുത്ത് കളയുന്നവർക്കേ ഈ മഴ അനുഭവിക്കുവാനുള്ള ഒരു സാഹചര്യമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? മഴ തടയപ്പെടാൻ രണ്ടാമത്തെ കാരണം ചതിയും വഞ്ചനയുമാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്നത് മഴ തടയപ്പെടാനുള്ള കാരണമായി റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുകയൊക്കെ, ഇന്നത്തെ ഒരു ലോകത്തിന്റെ ക്രമമെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ചതിയും വഞ്ചനയും ഇല്ലാത്ത ഏത് മേഖലയാണുള്ളത്? കൈപ്പറ്റുമ്പോൾ കൂടുതൽ എടുക്കുക, അങ്ങോട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും കൃത്രിമത്വം കാണിക്കുക, അല്ലെ? എന്തെങ്കിലും ഒരു കൈക്രിയ ഒപ്പിക്കാതെ ഒരു സാധനം വിറ്റുപോകാത്ത സാഹചര്യം, എല്ലാറ്റിലും മായം എന്ന സാഹചര്യം. ആലോചിക്കൊക്കെ, കൊടുക്കുന്ന നമുക്ക് തന്നെ അറിയാം ഞാൻ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഏത് കസ്റ്റമറും തിരിച്ചിറങ്ങുമ്പോൾ ആർക്കും കൊടുത്ത ക്യാഷ് മുതലായി എന്ന ഒരു സാറ്റിസ്ഫിക്കേഷനോട് കൂടെയല്ല പലപ്പോഴും ഒരു കടയിൽ നിന്നും ഇറങ്ങി വരുന്നത്. സുഹൃത്തേ, നമ്മുടെ കടയിൽ വന്ന ഒരു കസ്റ്റമർ അങ്ങനെയാണോ ഇറങ്ങിപ്പോയിട്ടുള്ളത്? നമ്മുടെ ഓട്ടോ പിടിച്ച ഒരാള് ആ പൈസ തരുമ്പോൾ അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടോ? നമ്മുടെ സ്ഥാപനത്തിൽ നാം കൊടുത്ത പ്രൊഡക്റ്റ് അവൻ തന്ന ക്യാഷിനില്ല, അത് വരില്ല എന്ന് നമുക്ക് തന്നെ മനസ്സാക്ഷിയെ നൊമ്പരപ്പെടുത്തി പണയപ്പെടുത്തിയിട്ടാണോ ആ 500 രൂപ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയത്? ഈ മഴ അതാസ്വദിക്കാനുള്ള അർഹത നിനക്കില്ല എന്ന് മനസ്സിലാക്കുക. ചതിയും വഞ്ചനയും നടത്തി ജീവിച്ചിരിക്കുന്ന നീ ഉള്ളിടത്തോളം കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ
മഴ നൽകുകയില്ല എന്ന് അള്ളാന്റെ റസൂല പറഞ്ഞത്. വലം യൻഖുസുൽ മിക്യാല വൽ മീസാന ഇല്ലാ ഉഖിദു ബിസ്സിനീൻ. അള്ളാഹുവിന്റെ റസൂൽ 5 കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതിൽ ഒന്നതാണ് എന്ത്? അവർ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കൂല. എങ്ങനെയല്ലാതെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വരൾച്ച അവരെ ബാധിച്ചിട്ടല്ലാതെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പിന്നെയും പറഞ്ഞു, അവർക്കെതിരെ രാജാക്കന്മാർ അല്ലെങ്കിൽ ആധിപത്യം ചെലുത്തും, ശത്രുക്കൾ ആധിപത്യം ചെലുത്തിക്കൊണ്ടല്ലാതെ. അല്ലേ? ഫാസിസ്റ്റ് ശക്തികൾ എന്തായാലും ഇങ്ങനെയൊന്ന് ചോദിച്ചിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. അവർക്കെതിരെ റഹ്മാനായ റബ്ബ് നമ്മളെ സഹായിക്കുവാനുള്ള മാനദണ്ഡമാണ് നമ്മുടെ ജീവിതത്തിൽ നീതിയോടുകൂടെ അളവിലും തൂക്കത്തിലും ഒന്നും ഒരു കൃത്രിമം കാണിക്കാതെ ഹക്കും ബാത്തിലും കൃത്യമായി കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ മഴ ആസ്വദിക്കുവാനുള്ള അർഹതയുണ്ട് എന്ന്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക. നാശമായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക്. വൈലുല്ലിൽ മുത്തഫിഫീൻ, ഒരു സൂറത്ത് തന്നെ ആ പേര് വെച്ചിട്ട് അള്ളാഹു മാറ്റി വെച്ചത്. തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. കൃത്രിമത്വം കാണി മുത്തഫിഫുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വൈലുണ്ട് എന്ന്, നാശമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് തന്നെ ആരാന്ന് പറഞ്ഞു? മുത്തഫിഫ് എന്ന് പറഞ്ഞാൽ ആരാ? അല്ലദീന ദത്താലു അലന്നാസി യസ്തൗഫൂൻ. അവർ ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ക്ലിയറായി എല്ലാം പൂർത്തിയാക്കി എടുക്കുന്ന. വൈദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ. അങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ വടിച്ചിട്ടാ കൊടുക്കുക, ഇങ്ങോട്ട് മേടിക്കുമ്പോൾ ഇങ്ങനെ കൂർച്ചിട്ടാ വേണ്ട. അപ്പൊ ഈ പെട്ടതെന്താ? അത് അർഹതയില്ലാത്തത് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, എന്തെല്ലാം ആളുകളാണ് അങ്ങനെയൊക്കെ. നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ പറയപ്പെട്ട അവസ്ഥ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മൂന്നാമത്തെ ടീമാരാന്നറിയോ? മൂന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? മഴ തടയപ്പെടാനുള്ള മൂന്നാമത്തെ കാരണം സക്കാത്ത് പിടിച്ചു വെക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്റു മിനസ് സമാ. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സക്കാത്തിന്റെ ഓഹരിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു 2% വരുന്ന ഒരു എമൗണ്ട് അത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ആകാശ കീറുകളിൽ നിന്നും അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യമായ മഴയെ പടച്ചറപ്പ് പിടിച്ചു വെക്കുന്നതാണ്. സക്കാത്തിന്റെ മുതലങ്ങൾ പിടിച്ചു വെച്ചാൽ മഴയെ ഞാൻ പിടിച്ചു വെക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറഞ്ഞതായിരിക്കും നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞെന്താണെന്നറിയാം? അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്നിട്ട് ഇവിടെ മഴ പെയ്യുണ്ടല്ലോ എന്നുള്ളത്. അതിനുള്ള മറുപടി അള്ളാഹിന്റെ റസൂൽ എന്നെ പറഞ്ഞ അവിടെ നാവുകൊണ്ട്, ഈ ഭൂമി ലോകത്ത് കന്നുകാലികൾ ഇല്ലായിരുന്നുവെങ്കിൽ, മിണ്ടാപ്പൂച്ചകൾ ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെ, സാധുക്കളായ ജീവികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ മഴയും കിട്ടില്ലായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ പെയ്യുമ്പോ എനിക്കും വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവ ദോഷങ്ങൾ പേറി നടക്കുന്ന ആള് ചിന്തിക്കരുത്, നമുക്കുള്ളതല്ല. അതുകൊണ്ട് നല്ലോണം ആലോചിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സക്കാത്തിന്റെ വിഷയത്തിൽ എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? കണക്ക് നോക്കിയിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയാറുണ്ട്. ഇനി കൊടുക്കുന്നവർ തന്നെ നല്ലൊരു മനസ്സോടുകൂടെയാണ് കൊടുക്കുന്നത്. കുടുങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. സക്കാത്ത് എന്നതൊരു ഇബാദത്താണ്. നിസ്കരിച്ചപ്പോൾ നമ്മുടെ മനസ്സിക്ക് ഒരു ഫീലിംഗ് വന്നില്ലേ? ഒരു ഉംറ നിർവഹിക്കാൻ പോയപ്പോൾ നമ്മുടെ മനസ്സിക്ക് ഒരു ആശ്വാസം വന്നില്ലേ? എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, 2% എടുത്തു കൊടുക്കുമ്പോ ഒരു ഇബാദത്ത് ചെയ്ത സുഖം അത് മനസ്സിലേക്ക് വരാതെ അത് വന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് നാം നമ്മളെ പരിശോധിക്കേണ്ടതുണ്ട്. 4ാമത്തെ കാരണം എന്താണെന്നറിയോ? പണ്ഡിതന്മാർ പറഞ്ഞു, തിന്മകളുടെ ആധിക്യമാണ്. തിന്മകൾ പെരുകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്നും മഴത്തുള്ളികളെ പിടിച്ചു വെക്കുമെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഇയ്യാക വൽ മഅസിയ, നീ തിന്മയെ സൂക്ഷിക്കണം. ഫഇന്നൽ മഅസിയത ഹല്ലു സഖ്തില്ലാഹ്, അല്ലാഹുവിന്റെ കോപത്തെ ഇറക്കി കളയുന്നതാണ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമാണ് തിന്മ എന്ന് പറയുന്നത്. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മിൻ സഖ്തില്ലാഹ് ഹബ്സുൽ മത്രി, അല്ലാഹുവിന്റെ കോപത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ദേശത്തിൽ പെട്ടതാണ്. അള്ളാഹ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുക മഴയെ പിടിച്ചു വെക്കലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല ഗൗരവത്തിൽ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറാമാക്കിയ കാര്യങ്ങൾ അറിഞ്ഞിട്ടും നരകമുണ്ട് എന്ന ഉറപ്പുണ്ടായിട്ടും തിന്മകൾ പേറി നടക്കുന്നുണ്ടോ ജീവിതത്തിൽ? റമളാനിൽ ഭയങ്കര ഉഷാറായിരുന്നു, ഭയങ്കര തഖ്വയായിരുന്നു, കൂച്ചു വിലങ്ങിട്ടു പലതിനും. റമളാൻ കഴിഞ്ഞു, അടുത്തൊരു മാസവും കഴിഞ്ഞു പോകാൻ നിൽക്കുന്ന സന്ദർഭം. സുഹൃത്തുക്കളെ, അന്നത്തെ തിന്മയിലേക്കൊക്കെ വീണ്ടും പോയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. ഒരു തിന്മ പേറി നടക്കുന്ന ഒരു മനുഷ്യൻക്ക് കിട്ടുന്ന ഒരു ദുരന്തത്തെന്നറിയും.
നല്ല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് ഭൂമി ലോകത്തുള്ള എല്ലാ മൃഗങ്ങളും മാളത്തിലിരിക്കുന്ന ഉറുമ്പ് വരെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്നൽ ബഹായിമ തഅലിനു മുസാത ബനി ആദമ ഇദാ ഇസ്തദ്ദത്തിസ് സന. ഈ തിന്മകൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ പിടിച്ചു വെക്കും. മഴയെ പിടിച്ചു വെക്കുമ്പോൾ വരൾച്ച അനുഭവിക്കും. വരൾച്ച ശക്തമാകുമ്പോൾ അദ്ദേഹം പറയാണ്, ഈ ഭൂമി ലോകത്തുള്ള എല്ലാ കന്നുകാലികളും മറ്റുമൊക്കെ അതിന് കാരണമായ ആളുകൾ ആരൊക്കെയാണോ അവർക്ക് വേണ്ടി ശാപം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ശപിച്ചുകൊണ്ടിരിക്കുമെന്ന്, ശപിച്ചുകൊണ്ടേയിരിക്കും. എത്ര കോടിക്കണക്കിന് മൃഗങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഓരോരുത്തരും നമുക്കെതിരെ ശപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മഹാനായ ഇക്രിമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ദവാബുൽ അർളി വഹവാമുഹ ഹത്തൽ ഖനാഫിസ് വൽ അഖാരിബ യഖൂലുൻ. ഭൂമിയിലെ മൃഗങ്ങളും കീടങ്ങളും വണ്ടുകളും തേളുകളും പോലും പറയും, എന്ത്? മനഅനൽ ഖസറു ബിദുനൂബി ബനി ആദം. മുനിഅനൽ ഖസറു ബിദുനൂബി ബനി ആദം. ഞങ്ങൾക്ക് പോലും മഴ തടയപ്പെട്ടത് ഈ ആദം സന്തതികൾ കാരണമാണല്ലോ എന്നവർ പറയുമെന്നാണ്, അവർ ശപിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവരുടെയൊക്കെ ഒരു ശാപം പേറിയിട്ടാണ് അന്ത്യയാത്രക്ക് നമ്മൾ ഒരുങ്ങുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? അതുകൊണ്ട് 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് മഴ തടയപ്പെടുവാനുള്ള കാരണമായിക്കൊണ്ട് സൂചിപ്പിച്ചത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അഹങ്കാരമില്ല നമുക്ക് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. ഞാനൊരു 10 പൈസ പോലും ചതിച്ചും വഞ്ചിച്ചും നേടിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. സക്കാത്തിന്റെ ഓരോ വിഹിതവും കണക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. എൻ്റെ ജീവിതത്തിൽ തിന്മകളുടെ ആധിക്യമില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അതുകൊണ്ട് ഇതെല്ലാം ഉറപ്പുവരുത്തി ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവനാണ് ഞാൻ എന്ന് നമുക്ക് ബോധ്യമുണ്ടോ? ഈ പെയ്യുന്ന ഓരോ പേമാരിയും നമുക്ക് കൂടെ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ല, ഈ 4 മാനദണ്ഡങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് നല്ലൊരു സ്വൈരത്തോടു കൂടെ ഒരു മാർക്ക് നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനുള്ള അർഹത നമുക്കില്ല. നമ്മൾ മനസ്സിലാക്കുക, ഞാൻ കാരണം എൻ്റെ നാട് നശിക്കാൻ വരെ കാരണം ഉള്ള വലിയ തെറ്റാണ് ഞാൻ ചെയ്യുന്ന ബോധം നമുക്കുണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായ മഴ, അത് തടയപ്പെടാനും അത് വൈകിപ്പിക്കാനൊക്കെയുള്ള കാരണക്കാരെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി അത് നിലനിന്ന് കിട്ടുവാനും അത് നമുക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നെന്താണെന്നറിയും, ആരെ കൊണ്ടാണ് മഴ ലഭിക്കുക എന്ന ചോദ്യത്തിന് റഹ്മാനായ റബ്ബ് മറുപടി കൊടുത്തൊന്ന്, മതത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പ്രമാണബദ്ധമായി നമ്മുടെ ജീവിതത്തെ നെല്ലും പതിരും വേർതിരിച്ച് ഓരോന്നും കൃത്യമായി പ്രമാണങ്ങൾക്ക് അടിസ്ഥാനമായി ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുക. മതത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക് റഹ്മാനായ റബ്ബ് വെള്ളം കൊടുക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വഅല്ല ബിസ്തഖാമു അല ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളത്തെ നാം സംവിധാനിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് റൂട്ട് മാറിയിട്ടല്ല എൻ്റെ ജീവിതം എന്ന് കൃത്യമായി കൊണ്ട് ഉറപ്പുവരുത്തുക. എനിക്കിഷ്ടമുള്ളതൊക്കെ എടുക്കുക, ബാക്കിയുള്ളതൊക്കെ തട്ട എന്ന അഴകുഴമ്പൻ സമീപനം ആഗ്രഹം നമുക്ക് ഉണ്ടാകേണ്ടത്. അള്ളാന്റെ റസൂല് വരച്ചു തന്ന സ്വർഗത്തിലേക്കുള്ള ട്രാക്ക് മാറിയിട്ടല്ല എൻ്റെ ഓട്ടമെന്ന് ഓരോരുത്തരും ചിന്തിക്കുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കുഴക്കുകയില്ല. നമ്മൾ ഉള്ളിടത്തേക്ക് റഹ്മാനായ റബ്ബ് അത് സംവിധാനിച്ച് തരുമെന്നാണ്. രണ്ടാമത്തത് എന്താണെന്നറിയോ? മഴ ലഭിക്കുവാനുള്ള രണ്ടാമത്തെ ഒരു കാരണം ഭയഭക്തിയാണ് സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതി മിനസ് സമാ. ഒരു ഗ്രാമത്തിലെ ആളുകൾ മുഴുവനും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ, അവർ വിശ്വാസം ഓക്കെയാക്കുകയാണെങ്കിൽ
ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തൊരിടത്തേക്കും അവൻ തന്റെ ആഗ്രഹങ്ങളും വിഷമങ്ങളും പറയാത്തവനാണെങ്കിൽ, ജീവിതത്തെ മുഴുവനും പ്രതിസന്ധിയിൽ ആഴ്ചിങ്ങനെ കളയുന്ന പരീക്ഷണങ്ങൾ പെരുമഴക്കാലം കണക്ക് അവന്റെ ജീവിതത്തിൽ വന്നു പോകുമ്പോഴും തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ അവനക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആകാശത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ ബറക്കത്തിനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും, അഥവാ മഴയെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിത വിശുദ്ധിയുണ്ടോ നമുക്കെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചെക്ക് ചെയ്യുക. ജീവിതത്തിൽ റഹ്മാനായ റബ്ബിനെ പേടിച്ചിട്ടാണ് ഞാൻ ഓരോ വാക്കുകൾ പറയുമ്പോഴും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ ഇത്, എന്ത് ചെയ്യുമ്പോഴും അള്ളാഹിന്റെ പൊരുത്തം കിട്ടുന്ന പരിപാടിയാണോ ഇത് എന്ന ഒരു സ്കാനറിലൂടെ, ഒരു ഫിൽട്ടറിലൂടെ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളെയും മാറ്റി ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാരണം ജീവിതത്തിലെ തഖ്വയാണ്. ആ റമദാൻ നമ്മൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെയാണെന്ന് ചുരുക്കം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നതാണ്. ഇസ്തിഗ്ഫാറിന് പ്രിയപ്പെട്ടവർ നമ്മളൊന്നും കണക്ക് കൂട്ടാത്ത അത്രയും വലിയ റിസൾട്ടുകളാണ്, വലിയ ഫലങ്ങൾ നമുക്ക് നേടിത്തരുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടിരിക്കുക, തൗബ ചെയ്തുകൊണ്ടിരിക്കുക, നിരന്തരമായി പടച്ചവനെ പാപങ്ങൾ പൊറുത്തരണേ എന്ന പ്രാർത്ഥിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനസ്സ് തട്ടി ചൊല്ലാൻ നമുക്ക് കഴിയോ? ഏറ്റവും ചുരുങ്ങിയത് രാവിലെ ഒരു 100 തവണ, വൈകുന്നേരം ഒരു 100 തവണ, അതല്ലാത്ത സന്ദർഭങ്ങൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലാഹ് പറയാണ്, വയാ ഖൗമി, മഹാനായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനതയെ പഠിപ്പിക്കുകയാണ്. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങുന്നവർ. മറ്റൊരായത്തിൽ അങ്ങനെ ഇന്നഹു കാന ഗഫാറ, അള്ളാഹു അങ്ങേയറ്റം എല്ലാ പാപങ്ങളെയും പുറത്തിരുന്നവരാണെന്നാണ് മറ്റൊരായത്തിൽ പഠിപ്പിച്ചത്. ഈ ആയത്തിൽ പറയാണ്, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ അങ്ങോട്ട് പശ്ചാത്തപിച്ച് മടങ്ങി. ജീവിതത്തിൽ വന്നു പോയത് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന റബ്ബിനോട് ഏറ്റു പറ, തൂബൂ ഇലൈഹി. ഇനി അതിനൊരു റമദാൻ കാത്തിരിക്കേണ്ട. അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാവുന്ന ആരും പറഞ്ഞിട്ടില്ല. ഒരു ഉംറക്ക് പോകുമ്പോൾ ആകാന്ന് ഒരിക്കലും പെൻഡിങ്ങിൽ ഇടണ്ട. ഇരുന്നിടത്തിടത്ത്, കിടന്നിടത്ത് വെച്ച് തൗബ നമുക്ക് പറ്റൂലേ? നമ്മുടെ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ച് പ്രത്യേകം തൗബ നമുക്ക് പറ്റും. സുഹൃത്തുക്കളെ, ഇസ്തിഗ്ഫാറുകളും തൗബകളും നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എങ്കിലോ അലൈക്കും മിദ്റാറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് കുത്തിച്ചൊരിയുന്ന മഴ എന്ന് പറഞ്ഞ, കുത്തിച്ചൊരിയുന്ന മഴയാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു ആവലാതി പറഞ്ഞു. എന്താ ആവലാതി? ഒന്നാമത്തെ ആവലാതി, ഭയങ്കര ദാരിദ്ര്യമാണ്. ഇസ്തിഗ്ഫിറുല്ലാഹ്, നീ അള്ളാഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. പിന്നെ വന്നിട്ട് പറഞ്ഞു, നാട്ടിൽ മൊത്തം വരൾച്ചയാണ്, ആകെ പ്രശ്നമാണ്, മഴയില്ല, എന്ത് ചെയ്യുമെന്നറിയില്ല, എന്തെങ്കിലും പോംവഴിയുണ്ടോ? നിങ്ങൾ സ്വഹാബിയിൽ നിന്ന് എന്തെങ്കിലും കേട്ടുക്കണം. മഹാനായ ഹസനുൽ ബസ്രി താബി വര്യനാണ്. അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞു, ഇസ്തഗ്ഫിറുല്ലാഹ്, നീ അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ നടത്തിക്കണം. വേറൊരു ടീം വന്നുകൊണ്ട് ചോദിച്ചെന്താ പറയും, മക്കളെ കിട്ടിയിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറേ മക്കളില്ല, എന്താ ചെയ്യാ? ഇസ്തിഗ്ഫാർ നടത്തിക്കൊന്ന് പറഞ്ഞു. അപ്പൊ കൂടെയുള്ള ആളുകൾ ചോദിച്ചു. പിന്നെ 3 ആളും ചോദിച്ചത് പ്രത്യേകം കാര്യങ്ങൾ, 3 വിഷയങ്ങളാ പറഞ്ഞത്. ഓലോടൊക്കെ നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരൊറ്റ ഉത്തരാണ്. എന്താ? ഇസ്തിഗ്ഫാർ നടത്താൻ. പറഞ്ഞത് എന്താണെന്നറിയോ? എന്റെ വക പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ ആയത്തിൽ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നത്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. റബ്ബ് പറയാണ്, അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ വാക്ക് പറഞ്ഞതല്ല, ഇത് അല്ലാഹ് പറഞ്ഞതാ. ഇസ്തിഗ്ഫാർ ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വയുംദിദുകും ബിഅംവാലിൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധനം കൊടുക്കും, ദാരിദ്ര്യം നീക്കി കൊടുക്കും. വബനീൻ, മക്കളെ നൽകും, സന്താനലബ്ധി ലഭിക്കും. വയുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ആകാശക്കീറിൽ നിന്നും കൊത്തിച്ചൊരിയുന്ന മഴ അവർക്ക് ഞാൻ കൊടുക്കും. അല്ലാഹ് പറഞ്ഞ വാഗ്ദാന. പക്ഷെ അതിന്റെ ക്വാളിറ്റി നമുക്കുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ എന്ന പേഴ്സൺ, ഞാൻ എന്ന വ്യക്തി മറ്റുള്ളവർക്കും ഈ നാടിനും മഴ തടയപ്പെടാനുള്ള ഒരു ശപിക്കപ്പെട്ട ഒരു വസ്തുവായി, ഒരു ജീവിയായിക്കൊണ്ട് മാറാൻ പാടില്ല. ഒരു വിശ്വാസി ഒരിക്കലും അങ്ങനെ ആകരുത്. ഞമ്മക്കെല്ലാം ഉറപ്പ് ഉണ്ടാകണം. ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഭാഗ്യം ലഭിച്ച
നമ്മളെങ്കിലും ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇതൊന്നും കേൾക്കാനും അറിയാതെയും മനസ്സിലാക്കാതെയും ജീവിതത്തിൽ എന്തൊക്കെയോ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും ജീവിക്കുന്ന മഹലിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. അള്ളാഹു നമുക്ക് നൽകുന്ന വിജ്ഞാനങ്ങളെ അത് നമുക്കൊരു തിരുത്തലിന് കാരണമാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഇത് കേട്ടപ്പോൾ എനിക്ക് എവിടൊക്കെയോ പാളിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴ ലഭിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് അത് ഉറപ്പുവരുത്തുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ മഴ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകണം. അൽഹംദുലില്ലാഹ്, ഈ വരുന്ന മഴ അതിലൊരു പങ്ക് എനിക്കും കൂടെയുണ്ട്, അല്ലേ? അതിനില്ലാത്തൊരു സാഹചര്യത്തിൽ പറയുമ്പോൾ ഞാൻ കാരണമല്ല ഇവിടെ വരൾച്ച ഉണ്ടായത് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അത്തരം യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സ്വർഗാവകാശികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരെയും അള്ളാഹുവേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, നാളെ നിന്റെ അടുക്കൽ ഞങ്ങൾ വരുന്ന സമയം, വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം, വിചാരണ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, നീ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളുടെ വില ശരിക്കും മനസ്സിലാക്കി അത് നിലനിന്ന് കിട്ടുവാൻ ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കാനുണ്ടോ അതെല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റബ്ബായ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.